ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത്? ഈ ഒരു നിമിഷം ഭയങ്കര ഓവർവെൽഡ് ആണ്. അതായത് അടിവയറ്റിൽ ഇങ്ങനെ മഞ്ഞ് പെയ്ത സുഖവും പിന്നെ ഒരു ഒരു സുനാമി പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം കുറെ നാളായിട്ട് അമ്മയുടെ ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു അമ്മ സിന്ദൂരമൊക്കെ ഇട്ട്. ശരിക്കും അമ്മ ഒരു കുടുംബങ്ങളൊക്കെ ടൈപ്പാണ്. അടങ്ങി നല്ല അല്ല നല്ല ഇതൊക്കെയുള്ള ശരിക്കും കുടുംബിനികളെ പോലുള്ള ഒരു അമ്മയാണ്. അമ്മയുടെ ആഗ്രഹമായിരുന്നോ? അമ്മ എപ്പോഴും അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച അമ്മയായിരുന്നു. പെട്ടെന്ന് ഇപ്പം അച്ഛൻ പോയിട്ട് 10 വർഷമായി. അപ്പോൾ അമ്മ അതുകൊണ്ടിങ്ങനെ ആകെ ഒരു ഒതുങ്ങിയ ഒരു കൊക്കോണിലായിട്ട് ഇരിക്കുകയായിരുന്നു. ഗ്യാപ്പാണല്ലോ. അപ്പം ഇനി ഞങ്ങൾ രണ്ടുപേരും ബിസി ആണ് ഞങ്ങളുടെ ലൈഫിൽ. അപ്പം അമ്മയ്ക്കും ചില സമയത്ത് നമ്മൾ എത്ര കൺസിഡറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കെയറിങ് ആണെങ്കിലും ആ ഒരു സ്പേസ് ഫീൽ ചെയ്യുമല്ലോ. ആ ഒരു പോയിന്റിലാണ് നമുക്ക് അങ്ങനെ തോന്നിയത്. ആ ഒരു വേർഡിലേക്ക് അങ്കിൾ വന്നപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയി. അതായത് പണ്ട് ഇവര് പരസ്പരം പറയാത്ത പ്രണയാന്നല്ലേ പറഞ്ഞു. നിങ്ങൾ മക്കളെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അല്ല, അത് പിന്നെ അമ്മ ഈ ഷോർട്ട് ഫിലിമിലൊക്കെ ആക്ട് ചെയ്തായിരുന്നു ഒരെണ്ണം. അത് കണ്ടോണ്ടാണ് അങ്കിൾ വീണ്ടും റീകണക്ട് ആയത്. ഈ ആ പ്രണയലേഖനം അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൊടുത്തത്. അത് ഇപ്പോഴാണ് എന്താണെന്നുള്ളത് അമ്മ ഇപ്പോഴാണ് അറിഞ്ഞത്. അത്രയും നാള് അതിന്റെ എന്തായിരുന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു? എന്തോ പറഞ്ഞായിരുന്നു. ഐ ഡാഷ് യു, യു ഡാഷ് യു ഡാഷ് മീ എന്നായിരുന്നു. ആ ഐ ഡാഷ് യു ആണ് ഇപ്പൊ ശരിയായത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരുന്നു ആ ഒരു പ്രണയലേഖനം. അല്ല, ഇപ്പൊ എന്തായാലും അമ്മയുടെ കല്യാണം നടത്തി കൊടുത്തു. ഇനി അമ്മയുടെ ഹണിമൂൺ കാര്യങ്ങളെല്ലാം നിങ്ങളാണ് പാക്ക് ചെയ്തത്? അവർ ഓൾറെഡി സെറ്റ് ആണ്. അവര് ഓൾറെഡി വെൽ പ്ലാൻഡ് ആയിട്ട് എല്ലാം സെറ്റ് ആയിരിക്കുകയാണ്. തായ്ലൻഡിലേക്കാണ് 13th ആണെന്ന് തോന്നുന്നു പോകുന്നത്. തായ്ലൻഡിലേക്ക് മിഥുൻ സ്റ്റൈലില് ഫാമിലി തിരിച്ച് ജോലിക്ക് കയറണം ഇത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് പറ്റില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ SM കോളേജിലാണ് പ്രൊഫസറായിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ FCL വർക്ക് ചെയ്യാം മുംബൈയിൽ. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറയാം. എൻ്റെ പേര് ജസന്ത മോറിസ്. സ്കൂളിൽ രശ്മി ഞാൻ ഒരേ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രീ ഡിഗ്രി BCom ഒരേ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ രശ്മിയുടെ ശരിക്കും പറഞ്ഞാൽ ഹൃദയം വായിച്ചിട്ടുള്ളൊരു പേഴ്സണാണ് ഞാൻ ഏജീസ് ഓഫീസിൽ 37 വർഷത്തെ സർവീസിന് ശേഷം റിട്ടയറായി. ഞാനും രശ്മിയും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ സുഖദുഃഖങ്ങളും ഞങ്ങൾ പങ്കിടുമായിരുന്നു. അവളുടെ ഒരുപാട് വിഷമഘട്ടങ്ങളിൽ ഞാൻ ഓടിയെത്തുമായിരുന്നു. അവളുടെ അച്ഛനും അമ്മ എല്ലാവരെയും അറിയാം, ഹസ്ബൻഡ്, മക്കൾ എല്ലാവരെയും കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ ചെറുതായിട്ട് ഫിലിംസ് എടുക്കാറുണ്ട്, ഷോർട്ട് ഫിലിംസും ആൽബംസും. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ഷോർട്ട് ഫിലിം ഇപ്പം 2 ആഴ്ച ആയോളൂ റിലീസായിട്ട്, മണവാട്ടി കാത്തിരിക്കുന്നു. അതിൽ രശ്മി ഒരു റോള് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ അഭിനയിക്കാൻ വന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത്, ഞങ്ങൾ രണ്ടൊരു ഷൂട്ട് കഴിഞ്ഞ് രാത്രി ഇങ്ങനെ 12 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ വിഷമങ്ങളെല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, നോക്കിക്കോ, നീ എൻ്റെ ഫിലിമിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴും അറിയത്തില്ല. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ മാരേജ് ഫിക്സ് ആയത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, വിളിച്ചിട്ട് എനിക്കൊരു സന്തോഷ വാർത്ത പങ്കിടാനുണ്ട്, നിൻ്റെ അടുത്ത് എന്താണെന്ന് പറയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് വലിയ ഫിലിമിൽ ആക്ട് ചെയ്യാൻ ചാൻസ് കിട്ടിയോ? അല്ല. ഞാൻ പറഞ്ഞു, നിൻ്റെ കല്യാണം ഫിക്സ് ആയോ എന്ന് ചോദിച്ചു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര അതിശയം തോന്നുന്നു. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പ്രവചിച്ചു, ആ പ്രവചനം അതുകൊണ്ട് ഈ കല്യാണം കാണാൻ എനിക്ക് ഉറപ്പായിട്ടും വരണമായിരുന്നു. കാര്യം അവളുടെ ഫസ്റ്റ് മാരേജ് നടക്കുന്ന സമയത്ത് എൻ്റെ ഫാദറിനോ മരിച്ചിട്ട് എനിക്ക് അവളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. പ്രസൻറ്റേഷൻ വാങ്ങി വെച്ചിരുന്നത് ഞാൻ ഒരുപാട് കരഞ്ഞു അവളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴും എനിക്ക് സന്തോഷത്തോടെ അവൾ താലി ചാർത്തുന്നതും മന്ത്രകൂടി ഇടുന്നതും പുടവ ചാർത്തുന്നതും എല്ലാം എനിക്ക് കാണണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് ഈ കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് വന്നിരിക്കുകയാണ്. ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ അവളുടെ ക്ലാസ്മേറ്റ് ആയിട്ട്. അവൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. ഇതുപോലെ നല്ല ഭൂമിയിൽ സ്വർഗം തീർത്ത ഒരു അനുഭവമാണ്. എല്ലാവിധം അവൾക്ക് എല്ലാം സന്തോഷം മാത്രം ഉണ്ടാകട്ടെ ഇനിമേൽ. ചേച്ചിയുടെ ഷോർട്ട് ഫിലിം അഭിനയിച്ചപ്പോഴാണ് ഇവർ വീണ്ടും റീയൂണൈറ്റഡ് ആയത് കണ്ടെത്തിയത്. ഈ കറക്റ്റ് എൻ്റെ ഷോർട്ട് ഫിലിമിൽ ആക്ട് ചെയ്തതിന് ശേഷം തിരിച്ച് മടങ്ങുന്ന വഴിയാണ് ഞാനിങ്ങനെ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ജസ്റ്റ് 2 വീക്സ് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ മാരേജ് ഫിക്സ് ആവുന്നത്. പ്രേമലേഖനത്തിന്റെ കഥ അറിയായിരുന്നു? പ്രേമലേഖനം ഇവര് പ്രേമിച്ച അവരുടെ ഇഷ്ടത്തിന്റെ സംഭവം അത് ഞാൻ ആക്ച്വലി നിങ്ങൾ ചോദിച്ചിട്ട് പറയാമെന്നാണ് വിചാരിച്ചത്. ഇവള് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആക്ച്വലി ഇവളുടെ ഫസ്റ്റ് പ്രണയം. അപ്പോൾ ആ സമയത്ത്
അവളുടെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ ചിത്രം വരച്ച് കൊടുക്കുമായിരുന്നു. അവളും അവളുടെ ഹസ്ബൻഡും 2 പെൺകുട്ടികളുടെ ചിത്രം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇപ്പം അവൾക്ക് ഉണ്ടായത് 2 പെൺകുട്ടികളെ വർഷങ്ങൾക്ക് ശേഷം. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത് ഭയങ്കര വിചിത്രം. കാര്യം ഇദ്ദേഹത്തിന് ഈ ലക്ഷ്മിയെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഒരു പ്രേമലേഖനം കൊടുത്തു, പക്ഷേ അത് അവൾ കണ്ടില്ല, അത് നടക്കാതെ പോയി. അപ്പോൾ ദൈവം ശരിക്കും പറഞ്ഞിങ്ങനെ ഇച്ചിരി കുരുത്തക്കേടും കൂടെ ദൈവത്തിനുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. കാര്യം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ പ്രണയിച്ച അതേ പേഴ്സൺ തന്നെ അവൾക്ക് ശരിക്കും വരന്യമാലും ചാർത്താനായിട്ട് വരിക എന്ന് വെച്ചാൽ ഭയങ്കര വിചിത്രമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് അവളുടെ ഫുൾ ഹിസ്റ്ററി അറിയാം, ഈ ഇദ്ദേഹത്തിൻ്റെയും കുറിച്ച് എല്ലാ കാര്യവും അവൾ പറയുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞായിരുന്നു, എന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഞങ്ങൾ നേരത്തെ ഫോണിൽ സംസാരിച്ചു. അവിടെ ഞാൻ പറയും, കണ്ടവണ്ണം ഞാൻ വന്ന് കെട്ടിപ്പിടിക്കുക, ഒരു ഭൂമിയിലൊരു ദൈവദൂതൻ വന്ന് അവൾക്കൊരു ജീവിതം കൊടുക്കാനായിട്ട് വന്നു. ഈ പ്രണയലേഖനം അവരുടെ കയ്യിൽ കിട്ടാതിരുന്നതിന് കാരണം എന്താണെന്നറിയാം? ഒന്ന്, രശ്മിക്ക് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് രശ്മിയുടെ പ്രണയമായിരുന്നു എന്ന്. കാര്യം അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഒരു പുസ്തകം എന്തെങ്കിലും കൈ കൊടുക്കുമ്പം അത് തുറന്നു നോക്കും. രശ്മിക്ക് അങ്ങനെ ഒരു സംഭവം അറിയില്ലായിരുന്നത് കൊണ്ട് ആ പുസ്തകം കൊണ്ട് അച്ഛനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിറ്റേ ദിവസം രശ്മിയുടെ മുഖം നോക്കിയപ്പം യാതൊരു ഭാവ വ്യത്യാസം ഇല്ലയെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് പിടികിട്ടി, ഇത് കണ്ടിട്ടില്ല, ഇനി അതിനകത്ത് ആ കത്തിരുന്ന് കഴിഞ്ഞാൽ അത് പെശകാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ആ സംഭവം തിരിച്ചെടുത്തത്. അതുകൊണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലൗവിനും സാക്ഷി ഞാനാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. മക്കളോട് ചോദിച്ചപ്പോഴാണ് പ്രണയലേഖനത്തിന്റെ കഥകളും, പിന്നെ കൂട്ടുകാരോട് ചോദിച്ചപ്പോഴാണ് അത് കിട്ടാതെ പുസ്തകത്തിൽ നിന്ന് പോയ കഥയെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ഒരു നിമിഷം എന്ത് തോന്നുന്നു? നിങ്ങൾ ഭയങ്കര ഹാപ്പി അല്ലേ? ചേട്ടന് ഇതിനൊരു ലവ് ലെറ്റർ ബുക്ക് വെച്ച് കൊടുത്തു, പിറ്റേ ദിവസം എക്സ്പ്രഷൻ കണ്ടപ്പോ കൊടുത്ത കിട്ടിയില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൻ്റെ കൊണ്ട് കൊടുത്തിട്ട് പ്രശ്നമായതാണ് എല്ലാം സാക്ഷാകരിച്ചാണ് അന്ന് തന്നെ. അല്ല, ഒരു പക്ഷെ അന്ന് ലവ് ലെറ്റർ കണ്ടിരുന്നെങ്കിൽ സിറ്റുവേഷൻ മാറിയായിരുന്നു. അന്നേരം ഈ എൻജോയ്മെന്റ് കിട്ടത്തില്ല, ഈ എക്സൈറ്റ്മെന്റ് ഒന്നും അന്ന് ഇത് കിട്ടത്തില്ലായിരുന്നില്ല, അന്ന് കിട്ടിയിരുന്നത്. രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ മക്കളോടാണ് ആദ്യം ഇദ്ദേഹത്തിന്റെ കാര്യം വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. രണ്ടാമതൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ഒരു വിവാഹത്തിലോട്ട് ഇപ്പൊ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇദ്ദേഹം എങ്ങനെയോ ദൈവമായിട്ട് കൊണ്ടു തന്നെയാണെന്ന് തോന്നുന്നു. എത്തിയപ്പോ നേരിട്ട് വന്ന് കാണുമായിരുന്നോ? അതെ ഇടയ്ക്ക് വെച്ചൊരു ഹംസം ഉണ്ടായിരുന്നു അല്ലേ? നമ്പർ അല്ല ചേട്ടാ, കൂട്ടുകാരിയുടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചപ്പോഴാണ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ടതെന്ന് പറഞ്ഞ. അപ്പൊ ആ ഒരു വർഷങ്ങൾക്ക് ശേഷം കാമുകിനെ ഷോർട്ട് ഫിലിമിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടപ്പോൾ പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് എക്സൈറ്റ്മെന്റ് വന്നത്. അല്ല, ഇത് ആരാണ് ആദ്യം വീട്ടിൽ പറഞ്ഞത്? മക്കളോട് ആരാദ്യം പറഞ്ഞത്? ഞങ്ങളെല്ലാം നേരിട്ട് പറയുകയായിരുന്നു. മക്കളൊക്കെ നല്ല സപ്പോർട്ടാണോ? വളരെ വളരെ സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ടാണ് ഇവിടെ ഇതുവരെ എത്തിച്ചത്. നിങ്ങളുടെ ഹണിമൂൺ ഇനി എങ്ങോട്ടാണ്? തായ്ലൻഡിലെന്ന് പറയുന്നത്. ചേച്ചി അന്ന് വന്ന പ്രേമലേഖനം ബുക്കിൽ വെച്ചു പറഞ്ഞു. അന്ന് ചേച്ചി പുറത്തു നോക്കാത്തുണ്ടായി. അന്ന് അത്ര കത്തത്തില്ലായിരുന്നു. അല്ല, അത്രയും അങ്ങനെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഒന്നും ഇങ്ങനെ നോക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല. ചേച്ചി ഒരു മോള് ചേച്ചി കഴിഞ്ഞോ? ബാക്കി വീട്ടിൽ പോയിട്ട് ഓക്കെ.